മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് നടി ദിവ്യ ഉണ്ണി. ദിവ്യ ഉണ്ണിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത്. കുറേയധികം നാളുകൾക്ക് ശേഷം വിദേശത്ത് സെറ്റിലായ നടി നാട്ടിലെത്തി ഓണം ആഘോഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം താരം കുറേയധികം നാളുകൾക്ക് ശേഷം ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് തികച്ചും പറയാൻ സാധിക്കുന്നു. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്നുകൂടി നമുക്ക് പറയാം. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെയധികം സ്നേഹത്തോടെ ഇത് ഏറ്റെടുക്കുന്നു എന്നുകൂടി നമുക്ക് പറയാം. ഏറ്റവും ഒടുവിൽ ദിവ്യ ഉണ്ണി തൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ച് സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിലൂടെ തൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. 44-ാം വയസ്സിൽ 3 കുട്ടികളുടെ അമ്മയായ താരമാണ് എന്ന് കണ്ടാൽ പറയില്ല എന്നും മഞ്ജു വാര്യനെ പോലും തകർക്കുന്ന സൗന്ദര്യത്തോടെയാണ് ദിവ്യ ഉണ്ണി ഇപ്പോൾ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, നദിയ മൊയ്തു എന്നിങ്ങനെ പല നടിമാരുടെ പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യത്തെക്കുറിച്ച് വാർത്തയിൽ വരുമ്പോൾ ദിവ്യ ഉണ്ണിയെക്കുറിച്ച് പലപ്പോഴും വരാറില്ല എന്ന് പറയുന്നതാണ് സത്യം. ദിവ്യ ഉണ്ണി കൂടുതൽ ചെറുപ്പമാവുന്നു എന്നതല്ല, ഇന്നും ഒരു മാറ്റമില്ലാതെ തുടരുന്നു എന്നതിലാണ് ആളുകളുടെ എല്ലാവരുടെയും കൗതുകം ഇപ്പോഴും ഉള്ളത്. 3 കുട്ടികളുടെ അമ്മയായ ഒരാളാണിതെന്ന് കണ്ടാൽ പറയില്ല. ലുക്കിലോ രൂപത്തിലോ സൗന്ദര്യത്തിലോ ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇതാണ് ഭൂരിഭാഗവും ആ ഫോട്ടോയ്ക്ക് വരുന്ന കമൻറ്റുകളെന്ന് പറയാൻ സാധിക്കുന്നു. ചൈൽഡ് ആർട്ടിസ്റ്റായി സിനിമയിൽ വന്നതാണ് ദിവ്യ ഉണ്ണി. 1987-ൽ നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ നായികയുടെ ബാല്യം ചെയ്തുകൊണ്ട് ബിഗ് സ്ക്രീനിലേക്ക് എത്തി. പൂക്കാലം വരവായി, ഓ ഫാബി, സൗഭാഗ്യം പോലുള്ള സിനിമകൾ കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തെ ഗ്യാപ്പ് താരം എടുക്കുകയും ചെയ്തു. അന്ന് താരത്തിന്റെ വലിയ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളായി എണ്ണിപ്പറയുന്ന കഥാപാത്രങ്ങൾ ഇതെല്ലാം തന്നെയായിരുന്നു. അന്നു മുതൽ ദിവ്യ ഉണ്ണി എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 1996-ൽ കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിൽ നായികയായി തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. പോയതിനേക്കാൾ മികച്ച കഥാപാത്രത്തിലൂടെയാണ് നായികയായി തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ വലിയ തിരിച്ചുവരവ് നടത്തിയ നടി കൂടിയാണ് ദിവ്യ ഉണ്ണി. പിന്നീട് അന്നത്തെ തലമുറയുടെ തലതെറിച്ച പെണ്ണായും യക്ഷിയായും ഉത്തമ പത്നിയായും കാമുകിയായും വില്ലത്തി പെൺകുട്ടിയായും ഒക്കെ ദിവ്യ ഉണ്ണി നിറഞ്ഞാടി. മലയാളത്തിന് പുറമെ തമിഴിലും സജീവമായിരുന്നു. കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ദിവ്യ ഉണ്ണിയുടെ വിവാഹം കൂടി സംഭവിച്ചത്. 2002-ൽ ഡോക്ടർ സുധീർ ശേഖര മേനോൻ എന്നയാളെ വിവാഹം ചെയ്ത് ദിവ്യ സിനിമയിൽ നിന്ന് മാറി നിന്നു. ആ ബന്ധത്തിൽ 2 മക്കൾ പിറന്നു. വിവാഹത്തിന് ശേഷം അമേരിക്കയിലേക്ക് പോയ ദിവ്യ അവിടെ ഡാൻസ് ഷോകളും മറ്റുമായി തിരക്കിലായിരുന്നു. 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ആ ബന്ധം വിവാഹമോചനത്തിൽ അവസാനിച്ചു. വിവാഹമോചനത്തിന് ശേഷം മക്കൾ ദിവ്യയ്ക്കൊപ്പമാണ്. 2018-ലാണ് അരുൺകുമാർ എന്നയാളുമായി ദിവ്യ മറ്റൊരു വിവാഹം കഴിച്ചത്. വിദേശത്താണിപ്പോൾ. ഇതിലൊരു മകളുമുണ്ട്. ഇപ്പോൾ ഡാൻസും കുടുംബവും ബാലൻസ് ചെയ്ത് സന്തോഷത്തോടെ മുൻപോട്ട് പോവുകയാണ് നടി ദിവ്യ ഉണ്ണി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.